ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്, നല്ല പുതപ്പുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് നല്ല 16x16 വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് 5 വന്നിട്ടുള്ള 5 പീസ് ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് ഇത് മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന കുഷ്യൻ കവേഴ്സ് ആണ് കേട്ടോ. നല്ല കളേഴ്സിൽ, ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള 16x16 സൈസിൽ ഉള്ള നല്ല കുഷ്യൻ കവേഴ്സ് നമ്മുടെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇനി ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല പുതപ്പ്, അതായത് 3 ലെയർ പുതപ്പ്. 3 ലെയർ പുതപ്പ് എന്ന് പറയുമ്പോൾ 3 സൈഡ് ഉണ്ടാവും കേട്ടോ. 3 ലെയർ ഉണ്ടാവും, അതായത് 3 സൈഡ് അല്ല, 3 ലെയർ. അതായത് റിവേഴ്സിബിൾ ആയിരിക്കും. ഇതുപോലെ ഒരു സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇതുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ വരും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കളർ ആട്ടോ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു പ്രിന്റ്. ഇതൊരു സിംഗിളിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഡബിളിലും നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആണ്. 100% കോട്ടൺ ആണ്. ഇടയ്ക്കത്തെ ലെയറും കോട്ടൺ ആണ് കേട്ടോ. 100% കോട്ടൺ ആണ്. വാഷിംഗ് മെഷീനിൽ കഴുകാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് വിരിച്ചൊക്കെ ഇടുമ്പോഴത്തേന് നല്ല രസമായിരിക്കും ഇത് കാണാനേ. ഇനിയുള്ളത് ഈ ഒരു പുതപ്പാണ് കേട്ടോ. നല്ല ഇതുണ്ട്, എന്ത് രസമാണെന്ന് നോക്കിയാൽ ഈ ഒരു പുതപ്പ്. ഈ ഒരു പുതപ്പിനും റിവേഴ്സിബിൾ ആയിട്ടുള്ള പുതപ്പാണ് ഇത് കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല മഞ്ഞ കളറിൽ, നല്ല ഒരു മഞ്ഞ കളർ കാണുമ്പോഴത്തേന് നല്ലൊരു ഭംഗിയാട്ടോ. ഇത് വിരിച്ചിട്ടാൽ നല്ല ഭംഗിയാണ്. അതുപോലെ ഇത് വിരിച്ചിട്ടാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പുതയ്ക്കാനുള്ള പുതപ്പാണ് കേട്ടോ. എപ്പോഴും ഈ വിരിച്ചിടുന്ന കാര്യം പറയുന്നതുകൊണ്ടായിരിക്കും വിരിച്ചിട്ടാൽ എന്ന് പറയുന്നത് കേട്ടോ. നല്ല പുതപ്പാണ്. പിന്നെ ഒരു ഇതുപോലത്തെ പുതപ്പൊക്കെ ഇല്ലേ, നമ്മൾ പകൽ സമയത്ത് ജസ്റ്റ് സ്റ്റൈലൊക്കെ ചെയ്ത് ഇങ്ങനെ കട്ടിലൊക്കെ വെച്ച് ഒരു സ്റ്റൈലിംഗ് ആയിട്ടും വെക്കും കേട്ടോ ആൾക്കാർ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. അത് ഓരോ ആൻറ്റിമാരുടെ കഴിവാണ് കേട്ടോ. ഇനി നല്ല 7D പ്രിന്റിലുള്ള ബെഡ്ഷീറ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ക്രിസ്മസ് പാപ്പായുടെ ഡിസൈൻ. ആ സമയത്ത് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ കാണിക്കുവാട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഈ ക്രിസ്മസ് പാപ്പ ഇങ്ങനെ നിൽക്കുന്നോള് തോന്നത്തില്ലേ. അടുത്ത വർഷം ഉപയോഗിക്കാനുള്ള ക്രിസ്മസ് പാപ്പ ഇപ്പോഴേ നമുക്ക് വാങ്ങിച്ചു വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല ലൈറ്റ് വെയ്റ്റിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല 7D പ്രിന്റ് ആണ് കേട്ടോ. അതായത് ഒരാൾ നിൽക്കുന്നോള് തോന്നില്ലേ, നല്ല പ്രീമിയം ക്വാളിറ്റി 3D അല്ല 7D പ്രിന്റ് ആണ് കേട്ടോ. നല്ല തെളിച്ചുമൊക്കെ ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ക്യൂൺ സൈസും കിങ് സൈസും അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസത്തിലുള്ള വലിയ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇനി അടുത്ത ആളെ കാണാം, അതിലും രസമായിട്ട്. ഇന്നെല്ലാം ഈ ലൈറ്റ് വെയിറ്റ് ഷീറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ പറ്റിയോ കണ്ണാടിയൊക്കെ വെച്ച്, ഒരാൾ കണ്ണാടിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല എന്താ പറയുന്നത്, ഇതൊക്കെ കാണുമ്പോഴില്ലേ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ. ഇതിന്റെ നല്ല പ്രീമിയം ക്വാളിറ്റി മാത്രമേ മാഗ്നിസ്കേപ്സിലുള്ളൂ. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് എന്താ പറയുന്ന, അതിന്റെ ഒരു നമ്മളിങ്ങനെ ഇത്ര TC എന്ന് പറയത്തില്ലേ, അത്രയും നല്ല TC ഉള്ള നല്ല ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല 7D പ്രിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് കേട്ടോ. ഇതിന്റെയും കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഏത് വാങ്ങിക്കണമെന്ന് നമുക്ക് സംശയമില്ലേ, അതുപോലെ ഭംഗിയായിട്ട് ഇത് കാണാനേ. നല്ല രസത്തിലുള്ള നല്ല 7D പ്രിന്റ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇതിനു മുമ്പ് ഇതിന്റെ കംഫർട്ടർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബെഡ്ഷീറ്റ് ആട്ടോ. നല്ല കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു കുഞ്ഞ് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ ഒരു ആൻറ്റി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കെട്ടിപ്പിടിച്ച് എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം ടെഡി ബെയറാ. അപ്പം എനിക്ക് ബെഡ്ഷീറ്റ് ആയിരുന്നു വേണ്ടത്, പക്ഷെ കംഫർട്ടർ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ടും ആൻറ്റി അത് ഭയങ്കര സ്നേഹത്തോടെ വാങ്ങിച്ചൊരു സാധനമാണ്. നല്ല ഭംഗിയായിട്ട് അത് ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴേ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ സ്വന്തം കുഞ്ഞല്ല കേട്ടോ, മീൻസ് മക്കളുടെ മക്കള്, അതായത് ആട്ടോ അങ്ങനെ കൊടുക്കുക. എൻ്റെ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പം നമുക്ക് അങ്ങനെ ഓരോ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ഉണ്ടാവുമല്ലോ.
ഹായ് കൊള്ളാം ഒരു ഫീൽ ഉണ്ടാവില്ല, ഭയങ്കര ഒരു സന്തോഷമല്ലേ. അതൊരു നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു കാര്യമായിട്ടോ, നല്ലൊരു എന്താ പറയുക, മറ്റുള്ളവരെ മീൻസ് ഓരോരുത്തരും എല്ലാവരോടും ഇഷ്ടം, എന്നാലും അത് പ്രകടിപ്പിക്കുന്നത് ഒരു പ്രത്യേക സുഖമുള്ള കാര്യമല്ലേ. ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് പറയണ്ടേ എന്നെ ഇഷ്ടമാണെന്നൊക്കെ. അപ്പം അല്ലേ നമുക്ക് ഒരു 4 ജോലി എക്സ്ട്രാ ചെയ്യാനും ഇച്ചിരി കൂടുതൽ സ്നേഹമൊക്കെ കൊടുക്കാനൊക്കെ ഇഷ്ടമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ കട്ടിയായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു ഇഷ്ടമാണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പം മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അതായത് നമ്മൾ മെട്രോ പില്ലർ നമ്പർ 795. പല ആൾക്കാർക്കും തെറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ, ഇവർ ഈ കടവന്ത്രയിൽ വരുമ്പോഴും ചെറുപറമ്പത്ത് വരുമ്പോഴൊക്കെ ലൈക്ക് വൈറ്റിലേന്ന് വരുമ്പോഴൊക്കെ വേറെ ഒന്നും ആലോചിക്കത്തില്ല, ചുമ്മാ അങ്ങ് വന്നിട്ട് മെട്രോ പില്ലർ 795 അവിടെ ശരിക്കും നല്ല കറക്റ്റായിട്ട് ചെറുപറമ്പത്ത് റോഡ് എഴുതിയിട്ടുണ്ട്. HP വേൾഡ് ഉണ്ട്, ഓക്സിജൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്കുള്ള ഒരു വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. കാണാൻ അകലേന്ന് പറ്റും കേട്ടോ. അപ്പോൾ ആ ചെറുപറമ്പത്ത് റോഡിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നിസ്കേപ്സ് കേട്ടോ. വെബ്സൈറ്റ് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും വെബ്സൈറ്റിൽ ഇല്ലാത്ത നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം, അല്ലാതെ നമ്മളോട് വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്